Hey all, welcome back to my channel Vibing with Subhavas. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സൺഡേ ഔട്ടിങ്ങിന് പോയ കഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ എവിടേക്കല്ല, നമ്മുടെ സ്വന്തം ലുലു മോളിലേക്കാണ് നമ്മൾ പോയത്. ഫൈനലി ലുലുവിലെത്തി. ഒരുപാട് പ്ലാനിങ്ങിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്തത്. അങ്ങനെ 3rd ഫ്ലോറിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമ കണ്ടാലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ നിന്നും അവസാനം ആ പ്ലാനും ഉപേക്ഷിച്ചു. പിന്നെ കുറച്ച് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിയിൽ ഐസ്ക്രീമാണ് നമ്മളിവിടെ പരതിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായ ചർച്ചയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ വകയുള്ള ഷോ ഓഫാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ സെലക്ട് ചെയ്തത് ഒരു ഓറിയോ ഫ്ലേവർ ഐസ്ക്രീം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ഓറിയോ ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പോഴും പക്ഷേ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ആ വ്യക്തമായ സത്യം തിരിച്ചറിഞ്ഞത്. വാനില ഐസ്ക്രീമിൻ്റെ പോലെ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടാണ് കൊണ്ട് തന്നത്. ദാറ്റ്സ് സോ ക്രൂവൽ. അങ്ങനെ നമ്മൾ പോയത് ഏട്ടനും ഫ്രണ്ട്സും നമ്മുടെ കുട്ടിയും കൂടിയിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ലുലു കണക്റ്റിലേക്കാണ് പോയത്. അവിടെ എന്താ ഓഫറുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ ബസ് ഒരുപാട് ബഹളമാണ് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ. പിന്നെ ബസ് ഒരുവിധം തപ്പി പിടിച്ച് കയ്യിലെടുത്ത് നിലത്തേക്ക് വിടാൻ പറ്റില്ല. ഓടി ഏതിൻ്റെയെങ്കിലും പിന്നിലേക്ക് കയറിയിരിക്കും. അങ്ങനെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാച്ചും അതും ഇതുമൊക്കെ. പിന്നെ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഇവിടെ വന്നത് എനിക്കൊരു കുഞ്ഞു കഷ്ണം വേണമായിരുന്നു. അത് നോക്കിയാണ് ഞാനിപ്പോൾ അരിച്ച് പിറക്കുകയാണ്. പക്ഷെ ഒരു ഐശ്വര്യമുള്ളൊരു കുഞ്ഞു കഷ്ണം എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ സങ്കടത്തെ ഞാനതവിടെ വെച്ച് മതിയാക്കി. പിന്നെ തിരിച്ചു പോയി. ഒന്നും വാങ്ങിയില്ല. നമ്മൾ അവിടെ നിന്ന് എല്ലാം നോക്കി, അത്ര തന്നെ. ആരും ഒന്നും വാങ്ങിയില്ലെങ്കിലും നോട്ടത്തിന് മാത്രം ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം നല്ല അരിച്ചു പിറക്കിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, നമ്മൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര തിരക്കുമായിരുന്നു അവിടെ. ഈ ഗാഡ്ജറ്റ്സ് ഐറ്റംസിലൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ അടുത്തത് നമ്മൾ വിട്ടത് ബസ്സിൻ്റെ സ്വന്തം തട്ടകമായ ഫൺട്യൂറിലേക്കാണ്. ഇവിടെ നമുക്ക് പൈസ ചിലവൊന്നുമില്ല. ജസ്റ്റ് ഇതിലൊന്ന് കയറി അവൻ ഇരുന്നാൽ മതി എല്ലാത്തിലും. പിന്നെ അടുത്തത് നിങ്ങളിപ്പോൾ കാണുന്നത് ചേട്ടന്മാരുടെ പ്രഹസനങ്ങളാണ്. ഇത് കൂട്ടത്തിൽ ആരാണ് ശക്തിമാനെന്ന് അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബസ് ഓരോ നിലക്ക് കയറി മാറിയുന്നുണ്ട്. പിന്നെ ഇത് കൊണ്ടപ്പം ചേട്ടനും ഭയങ്കര ആഗ്രഹം കാരണമെന്ന്. അങ്ങനെ അവരവരുടെ ആഗ്രഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വസുവിനെ സഹിച്ചില്ല. വസുവും കയറി തകർക്കുന്നുണ്ട്. പിന്നെ ഏട്ടനും ദ സെയിം തിങ്. ഫൺട്യൂറിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സ്ഥിര കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കരച്ചിലായി പിഴിച്ചിലായി നല്ല അടിയെ ബഹളായി. അങ്ങനെ ഒരുവിധം സമാധാനിപ്പിച്ച് നമ്മൾ കൊണ്ട് ഇറക്കുകയാണ്. അവന് നല്ല കരച്ചിലായിരുന്നു. അവൻ്റെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു കൊണ്ടുപോകുന്നത്. അവനെന്നല്ല ഒരു കുട്ടികൾക്കും പറ്റില്ല അത്. അങ്ങനെ ഒരു വിധത്തിൽ അവൻ കാറിൽ കയറാമ്പോൾ സമ്മതിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് ബാർബിക്യൂ സ്പേസിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. കയറിപ്പോൾ തന്നെ ഒരു ടുഡേ സ്പെഷ്യൽ മെനു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് ടുഡേ സ്പെഷ്യൽ എന്നൊരു ലെമൺ പെപ്പർ ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട്. അല്ലാണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 മന്തി, ഒരു നോർമൽ മന്തിയും ഒരു മെക്സിക്കൻ മന്തി എന്തോ ഞാൻ ഓർക്കില്ല, അങ്ങനെ എന്തോ ആയിരുന്നു.
അവിടെ കയറി വന്നപ്പോഴേ ഹണി കേക്ക് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹണി കേക്ക് എടുക്കാൻ പോയപ്പോഴാണ് അടുത്ത് കമ്പൂച്ച എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ അതൊരെണ്ണം നമ്മൾ മേടിച്ചു. ഒരു പൈനാപ്പിൾ ഫ്ലേവറാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചത്. അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ നേരത്തെ അവർ പറഞ്ഞു വേണ്ട, നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ചിലപ്പം താഴെ ഓൾമോസ്റ്റ് താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ തന്നെ അത് ഓപ്പൺ ചെയ്ത് ടേബിളിൽ കൊണ്ടുതരാമെന്ന് പറയുന്നു. ആ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കഴുത്ത് തന്നെ എടുക്കണം. വരുമോ നിങ്ങൾ? അങ്ങനെ ഇത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഓരോരുത്തരുടെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും ഇതാണ് ഇതിൻ്റെ എക്സാക്ട് ഫ്ലേവർ. എല്ലാവരും കോമ്പൂച്ച ട്രൈ ചെയ്യുമ്പോൾ വസുവിൻ്റെ ഹണി കേക്ക് ഇവിടെ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. ലിറ്ററലി എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഉപ്പിലിട്ടതിൻ്റെ വെള്ളം അതിനകത്ത് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതായിരുന്നു അതിൻ്റെ ഒരു ഫ്ലേവർ. വേറൊന്നും ഉണ്ടായില്ല. ബസ്സിന് ഓൾമോസ്റ്റ് മതിയായത്. എല്ലാം കുറച്ച് വേണമെന്നെ അകത്തേക്ക് പോവുള്ളൂ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഫുഡ് വന്നു. ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്തില്ല. ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ അവർ ഫുഡ് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇതാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത ലെമൺ പെപ്പർ ചിക്കൻ. പക്ഷേ എക്സാക്റ്റ് ഫ്ലേവർ പറയുമ്പോൾ ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. വേറൊന്നും തോന്നിയില്ല. പിന്നെ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ മന്തിയായിരുന്നു രണ്ടും. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഭർത്തൃമതിയായ ഭാര്യയുടെ സ്നേഹമാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫുഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാർബിക്യൂ സ്പേസിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളെ വീട്ടിലേക്കാണ് പോയത്. ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന വൈബൊന്നും ആർക്കും തിരിച്ചു പോകാൻ നേരത്തുണ്ടായിരുന്നില്ല. കാരണം ഫുഡൊക്കെ കഴിച്ചില്ല, മൊത്തം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ചേട്ടന് പാട്ട് ഭയങ്കര കൊതി. നൊസ്റ്റാൾജിക് സോങ്സൊക്കെ കേട്ട് കാമായിട്ട് പോകാനായിട്ട് തോന്നിയിട്ട് നമ്മൾ ജസ്റ്റ് പാട്ടൊക്കെ കേട്ട് നമ്മൾ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ളോഗ്സ്.